2026 മെയ് 22 വെള്ളിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി ടി വി. മേടം രാശി. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ തർക്കങ്ങൾക്കോ സാധ്യതയുള്ള ദിവസമാണിത്. വാദ കഫ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കാൻ ഇടയുള്ളതിനാൽ ആരോഗ്യത്തിൽ കുറച്ചു ശ്രദ്ധിക്കണം. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അപവാദങ്ങളോ മാനഹാനിയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജാഗ്രത പുലർത്തുക. ഇടവം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ഈശ്വര വിശ്വാസവും ആത്മീയ ചിന്തകളും വർദ്ധിക്കുന്ന ശുഭദിനമാണിത്. ശാരീരികമായിട്ടുള്ള ചൈതന്യവും ആരോഗ്യവും വീണ്ടെടുക്കാൻ സാധിക്കും. തൊഴിൽ വിജയത്തോടൊപ്പം തന്നെ ശത്രുദോഷങ്ങൾ അകലുകയും ചെയ്യും. അകന്നു താമസിച്ചിരുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ജോലിയിൽ സ്ഥാനമാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മിഥുനം രാശി. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ പരസ്പരം ബഹുമാനം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം തർക്കങ്ങൾ ഉണ്ടായേക്കാം. കൊളസ്ട്രോൾ, മറ്റു ശാരീരിക അസ്വസ്ഥതകൾ എന്നിവ ഉള്ളവർ ആരോഗ്യകാര്യങ്ങളിൽ ഇന്ന് കൂടുതൽ മുൻകരുതലുകൾ എടുക്കുന്നത് നന്നായിരിക്കും. കർക്കിടകം രാശി. പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഉദ്യോഗസ്ഥർക്ക് മേലാധികാരികളുടെ പൂർണ്ണമായിട്ടുള്ള പ്രീതിക്കും പിന്തുണ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഔദ്യോഗികമായി ഉന്നത പദവികൾ അലങ്കരിക്കാൻ ഭാഗ്യമുണ്ടാകും. ശത്രുക്കളുടെ മേൽ വിജയം നേടാൻ സാധിക്കുന്നത് വഴി മനസ്സിൽ സമാധാനവും സന്തോഷവും കൈവരും. ചിങ്ങം രാശിയിൽ മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെടുന്നവർ ജോലി സ്ഥലത്ത് മേലാധികാരികളുമായോ സഹപ്രവർത്തകരുമായോ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതെ ശ്രദ്ധിക്കുക. നിയമപരമായ കാര്യങ്ങളിൽ തിരിച്ചടികൾക്കോ അപ്രതീക്ഷിത അപമാനങ്ങൾക്കോ സാധ്യതയുണ്ട്. പൂരസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അലട്ടാൻ ഇടയുള്ളതിനാൽ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കുക. കന്നി രാശി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അർഹതപ്പെട്ട നല്ല തൊഴിലവസരങ്ങൾ തേടിയെത്തുന്ന ശുഭദിനമാണിത്. സർക്കാർ തലത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ അനുകൂലമായി ലഭിക്കുന്നതായിരിക്കും. ബിസിനസ്സിൽ മികച്ച പുരോഗതിയും നിയമപരമായ കാര്യങ്ങളിൽ വിജയവും പ്രതീക്ഷിക്കാം. തുലാം രാശി. ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ സമാധാനവും ഒത്തൊരുമയും നിറഞ്ഞ അന്തരീക്ഷം നിലനിൽക്കുന്നതായിരിക്കും. ഒരേ ചിന്താഗതിയുള്ള വ്യക്തിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ നല്ല അവസരങ്ങൾ ലഭിക്കും. ഭക്ഷണസുഖം, ശത്രുനാശം, ധനനേട്ടം എന്നിവയോടൊപ്പം തീരുമാനങ്ങളിൽ മികച്ച പക്വത പ്രകടമാകുകയും ചെയ്യും. വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിയം തൃക്കേട്ട എന്നിവയിൽ പെടുന്നവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ശാരീരിക സുഖക്കുറവോ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കുന്നത് വഴി സാമ്പത്തിക ഞെരുക്കമുണ്ടായേക്കാം. അനാവശ്യ കൂട്ടുകെട്ടുകളോ സ്ത്രീകളുമായുള്ള ഇടപെടലുകളോ ദോഷാനുഭവങ്ങൾക്ക് കാരണമാകാതെ നോക്കണം. ധനുരാശി. മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. എല്ലാ കാര്യങ്ങളിലും ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ദോഷഫലങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ സംയമനം പാലിക്കുക. മകരം രാശി. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം എന്നിവയിൽ പെടുന്നവർക്ക് വിവാഹം പോലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാനോ അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാനോ അവസരം ലഭിക്കും. കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും സ്നേഹവും പിന്തുണയും ഉണ്ടാകും. മനസന്തോഷത്തോടൊപ്പം ധനനേട്ടവും തൊഴിൽ വിജയവും ഇന്ന് പ്രതീക്ഷിക്കാം. കുംഭം രാശി. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം ഉരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എന്നിവയിൽ പെടുന്നവർ സമൂഹത്തിലെ ഉന്നത വ്യക്തികളെ പരിചയപ്പെടാനും അവരോടൊപ്പം നല്ല കാര്യങ്ങൾക്കായി സമയം ചിലവഴിക്കാനും അവസരം ലഭിക്കും. അവരിൽ നിന്ന് വിലപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കാൻ യോഗമുണ്ട്. ദാമ്പത്യ സൗഖ്യം, തൊഴിൽ വിജയം, സന്തോഷം എന്നിവ കൂടെ ഉണ്ടാകും. മീനം രാശി. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി എന്നിവയിൽപ്പെടുന്നവർക്ക് തൊഴിൽപരമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളും സമ്മർദ്ദങ്ങളും വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ക്ഷമയോടെ നീങ്ങുക. ശിരോസംബന്ധമായിട്ടുള്ള നാഡീ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവർ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകണം. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അതീവ സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുന്നത് നന്നായിരിക്കും. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും വിളിക്കാം. ജയറാണി ടി വി 97 46 81 22 12.